നബീസ, ഓ നബീസ, നബീസ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ കാര്യം? ഈ ബൈയിൽ വെച്ചാണ് കാര്യം ചോദിക്കുന്നത്? നിക്ക്, ഒരു ബൈ ചോദിക്കാനാ. വെക്കം ചോദിക്ക്, നമുക്ക് അങ്ങ് എത്തേണ്ടതാണ്. ഇവിടെ അടുത്താണോ മറക്കച്ചവടക്കാരൻ അയിമത് പാർക്കണേ? ആണെന്ന് തോന്നുന്നു. ആരുടെ വീട്ടിലേക്കുള്ള ബൈ അറിയോ? ഞമ്മക്കറിയില്ല. എന്നാ നബീസാക്ക് അറിയാവുന്ന ഇടത്തേക്ക് ബൈ പറഞ്ഞു തരുമോ? ചോദിക്ക്. നബീസാന്റെ മനസ്സിലേക്കുള്ള ബൈ പറഞ്ഞു തരുമോ? അതെന്തിന്? അങ്ങോട്ടൊന്നും വരാൻ. അങ്ങോട്ട് ഇപ്പൊ ഒന്നും വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ബാപ്പയോടോ ഇക്കോടോ ചോദിക്ക്. ബാപ്പാന്റെ സമ്മതം വാങ്ങി. നബീസാന്റെ സമ്മതം കഴിഞ്ഞിട്ടല്ലേ ബാപ്പാന്റെ സമ്മതത്തിന് പോകണ്ടു. നബീസാക്ക് സമ്മതമാണെന്ന് പറ. എന്ന് ചോദിക്ക്. അന്റെ കുതിരെ പിടിച്ചു കിട്ടിയ എന്നാ മുതലായ കുതിര ഞമ്മളും പറ്റി. ഇനി ആന പോയ ഞമ്മന്റെ ആന പോയ. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ ചന്ദനക്കുടപ്പൊൻ തിരുനാളിൽ പവിഴക്കൊലുസുമായി പടവുകളിറങ്ങിയ പെരുന്നാൾ പൂമ്പിറങ്ങി. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ ചന്ദനക്കുടപ്പൊൻ തിരുനാളിൽ പവിഴക്കൊലുസുമായി പടവുകളിറങ്ങിയ പെരുന്നാൾ പൂമ്പിറങ്ങി. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ. മദനപ്പൂങ്കാവിന്റെ മൈപ്പീലി കണ്ണിന്റെ മലർച്ചരമേറ്റു ഞാൻ തളരുമ്പോ മദനപ്പൂങ്കാവിന്റെ മൈപ്പീലി കണ്ണിന്റെ മലർച്ചരമേറ്റു ഞാൻ തളരുമ്പോ അകിലും സന്മതവുമായി അറയെന്ന തേരിൽ മാനത്തും നിറങ്ങിയ പൂറി നീ എന്റെ മനസ്സിന്റെ പല്ലക്കിലിരുന്നാട്ടെ. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ ചന്ദനക്കുടപ്പൊൻ തിരുനാളിൽ പവിഴക്കൊലുസുമായി പടവുകളിറങ്ങിയ പെരുന്നാൾ പൂമ്പിറങ്ങി. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ. പതിനാലാം ബഹറിന്റെ പളുങ്ക് കൽപ്പടവിലെ പാരിജാത മലരായി വിരിഞ്ഞവളെ. പതിനാലാം ബഹറിന്റെ പളുങ്ക് കൽപ്പടവിലെ പാരിജാത മലരായി വിരിഞ്ഞവളെ. അറബി കഥയിലെ അന്തപുരത്തിലെ പാദുഷയായി ഞാൻ നിൽക്കാം.
എനിക്കു നീ മധുചഷകങ്ങൾ പകർന്നു തരൂ. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ ചന്ദനക്കുടപ്പൊൻ തിരുനാളിൽ പവിഴത്തുലുസുമായി പടവുകളിറങ്ങിയ പെരുന്നാൾ പൂന്തിറനീ. ചന്ദ്രിക വിതറിയ താഴ്വരയിൽ. നിങ്ങൾ ബാപ്പാന്റെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇതേവരെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. നിക്കേ പറയാം, സമയാവട്ടെ. ഇനി എന്ത് സമയമാവാനാ? നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടാണ്, ഞമ്മക്ക് നിങ്ങളെ ഇഷ്ടാണ്. നിങ്ങൾ ബാപ്പാനെയും കൂട്ടി വന്ന് നിക്കാഹ് ഉറപ്പിക്കേ. ശരി, നബീസ പറയുന്ന പോലെ ചെയ്യാം. ഇനി നമ്മൾ എന്നാ കാണുന്നേ? ഇനി ഞമ്മള് കാണൂല. നിങ്ങളൊന്ന് നിക്കാഹ് ഉറപ്പിക്കാണ്ട് നമ്മളിനി വരൂല. എന്ന് പടച്ചോന്നേ, അങ്ങനെ പറയല്ലേ എന്റെ പൊന്നു നബീസ. ഞമ്മക്ക് നാളെ തന്നെ കാണണം. നീ പറയാണ്ട് പറ്റൂല. ഞാൻ ആ കാട്ടിൽ കാത്തിരിക്കും. വീഴ്ച ഹാജർക്ക് ബസർക്കിന് കണ്ടില്ലേ? മോനെ അബ്ദുള്ള, കുറെ കോയില് സാറ് വേണ്ട. മമ്മൂട്ടി അൽഹംദുലില്ലാ. ബരി ഓക്കെ, കാണാൻ വയ്യാത്തടത്ത് മറവുണ്ട്. നിങ്ങളുടെ ഭാഗ്യം. എവിടെ എവിടെ? ഇരിക്കി, ഇവിടെ ബാറ ഹംക്കെ. കുത്തരി കളി. അപ്പോ എന്തു പറയുന്നു? നിക്കാഹ് ഉറപ്പിക്ക ആജിയാരെ. ഞമ്മള് കുതിരയെ, ഞമ്മള് ആളെ ഉണ്ട്. അപ്പോ ഞമ്മള് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട? 100 പവന്റെ പൊന്ന് ഞമ്മള് മന്തിയേരി. അപ്പോ ഞമ്മക്ക് എല്ലാം ഉറപ്പിച്ചതുപോലെ ആയി. നീ എപ്പോഴാ നിശ്ചയം? നബീസേ, ഇതെന്താ ഇങ്ങനെ മനം പോലെ നിൽക്കണേ? അന്ത് നിക്കാഹല്ലേ ഉറപ്പിക്കണേ? എനിക്കിപ്പോ നിക്കാവ് വേണ്ട കേട്ടോ. വേണ്ടേ മോളെ? ഉപ്പി അറിഞ്ഞാ കൊല്ലും. നമ്മൾ തേര് കൊണ്ട് വ്യക്തി നിക്കാഹ് വേണം. മന്ത്രി പോകാറായില്ല. നമ്മൾ പോവാണ്. കാപ്പ വന്നത് പോകാണ്. നിക്കി മന്ത്രി പോയിട്ടില്ല. മാറുക അനക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. വന്നോല് പോകാണ്. എന്ത് പറഞ്ഞേ? നമ്മൾ പോവാണ് ആചാര്യ. ഓല് പോകാൻ പുറപ്പെട്ട് നിക്കാണെന്ന്. പോയിക്കോ. ഒരു തർക്കമില്ല, എല്ലാം ഉറപ്പിച്ചു. അടിയാവ് പറഞ്ഞ കോയ ഇച്ച് നമ്മളോടാണോ കളിക്കണേ? നമ്മളുണ്ട്. ഞാൻ എന്തോരം പറഞ്ഞു വീട്ടിലൊന്ന് ഉപ്പാനെ കാണാൻ. ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ നിക്കാഹ് ഉറപ്പിച്ചില്ലേ? ബൈയുണ്ട് നബീസ. എന്ത് ബൈ? എന്നെ ആണുങ്ങൾ കെട്ടിക്കൊണ്ട് പോവും. ഒരാണെ നിന്നെ കെട്ടുള്ളൂ. അയാളുടെ പേര് ഇബ്രാഹിം. അതെങ്ങനെ? ഞാൻ പറയുന്ന പോലെ നബീസ കേൾക്കുവോ? എന്താണ് പറയേ? ഞമ്മക്ക് പോകാം നമ്മുടെ വീട്ടിലോട്ട്. എന്നിട്ട് ഞാനും നീയും കെട്ടിയോനും കെട്ടിയോളുമായിട്ട് ജീവിക്കും. അതിന് നിങ്ങളുടെ ബാപ്പ സമ്മതിക്കോ? നോക്ക്, നമ്മുടെ ബാപ്പ നിന്റെ ബാപ്പാനെ പോലെയല്ല. ഞമ്മള് പറയാതെ ഒരടി വെക്കില്ല. അന്നക്ക് നമ്മുടെ കൂടെ വരാൻ സമ്മതമാണോ എന്ന് പറയാം. എന്നാ കേൾക്ക്. നാളെ അന്തിമയങ്ങിയാൽ നീ വീട്ടിൽ നിന്ന് പുറപ്പെടണം. ഞാൻ ഇവിടെ കാത്തിരിക്കും. നമ്മളെ പേര്